എയർടെൽ ഒരു സർപ്രൈസ് പെട്ടി അയച്ചു തന്നിട്ടുണ്ട്. എയർടെലിൻ്റെ എക്സ്ട്രീം ഫൈബർ അൺലിമിറ്റഡ് എൻ്റർടൈൻമെൻറ്റ് ബോക്സ്. സോ ഇതിനകത്ത് ഫ്രണ്ടിലായിട്ട് എക്സ്ട്രീം ഫൈബർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗേറ്റ് വേ ടു അൺലിമിറ്റഡ് എൻ്റർടൈൻമെൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ അകത്ത് അവരെന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്? ഇതൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോക്സ് ആണ്. എയർടെൽ സ്പെഷ്യലായിട്ട് നമുക്ക് വേണ്ടി അയച്ചതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, ആദ്യത്തെ ഒരു പ്ലാസ്റ്റിക് കവറുണ്ട്. പക്ഷേ ഉള്ളത് പറയാലോ, ഈ ബ്ലാക്ക് കളർ പെട്ടിയിൽ റെഡ് കളറിൽ ഈ എയർടെലിൻ്റെ ലോഗോയൊക്കെ വരപ്പോൾ നല്ല രസമുണ്ട്. ഓക്കെ, അതിൻ്റെ ഫ്രണ്ടിലായിട്ട് വേറൊരു റിബണും കൂടി ഉണ്ട് കേട്ടോ. നൈസ്. ദ മൊമെന്റ് ഓഫ് ട്രൂത്ത് എന്താണ് ഇതിനകത്ത് നോക്കാം. എടേ നൈസ് പൊളി. അയ്യ ഓ സോ ബേസിക്കലി നമ്മുടെ എയർടെലിൻ്റെ എക്സ്ട്രീം ഫൈബർ ആണ് നമുക്ക് ഇതിനകത്ത് തന്നിട്ടുള്ളത്. ബട്ട് ഇറ്റ് ഈസ് കസ്റ്റമൈസ്ഡ്. സോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള OTT പ്ലാറ്റ്ഫോംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, എയർടെലിൻ്റെ ആ ഒരു വൈഫൈയുടെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. പ്രൈം വീഡിയോ, നെറ്റ്ഫ്ലിക്സ്, സോണി ലിവ്, ഹോട്ട്സ്റ്റാർ. ഞാൻ ഇത്രയാണ് കാണുന്നത്. ആൻഡ് ഇതിനകത്തൊരു കാര്യം പറയട്ടെ, ഞാൻ ഇവരുമായിട്ട് എൻ്റെ അടുത്ത് എയർടെൽ ചോദിച്ചിരുന്നു നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷോസ് ഏതൊക്കെയാണെന്ന്. നോക്ക്, അതിനകത്തുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ വെട്ടി വെടിച്ചിരിക്കുന്നത്. കുറേ ക്യാരക്ടേഴ്സിന് വെച്ചിട്ടുണ്ട്. മണി ഹീസ്റ്റിലെ ആളെ വെച്ചിട്ടുണ്ട്, സ്ക്വിഡ് ഗെയിമിൻ്റെ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മിന്നൽ മുരളി വെച്ചിട്ടുണ്ട്, ജംഗിൾ ബുക്കിൻ്റെ കരടിയാണെന്ന് തോന്നുന്നു, അയൺമാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഹേ അമൽ ഗോപാൽ, ഡോണ്ട് ലുക്ക് എനിവെയർ ഫോർ എൻ്റർടൈൻമെൻറ്റ്, ജസ്റ്റ് സ്കാൻ ഹിയർ എന്ന് പറഞ്ഞിട്ടൊരു സ്കാനിങ്ങിൻ്റെ പാട്ടും വെച്ചിട്ടുണ്ട്. നമുക്കപ്പം സ്കാൻ ചെയ്യാം. ഈ ഒരു സ്കാനറിൽ നമ്മൾ സ്കാൻ ചെയ്ത സമയത്ത് നമുക്ക് നെറ്റ്ഫ്ലിക്സിലുള്ള കുറച്ച് ഹാൻഡ് പിക്ഡ് ഹിറ്റ്സ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈം വീഡിയോയിലുള്ള ഹിറ്റ്സ് കാണിച്ചു തന്നിട്ടുണ്ട്, സോണി ലിവിലുള്ള ഹിറ്റ്സ് കാണിച്ചു തന്നിട്ടുണ്ട്. സോ അതാണ് ഈ ഒരു സ്കാനിങ് സാധനം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ എയർടെൽ എക്സ്ട്രീം ഫൈബറിനെ നമുക്ക് പുറത്തെടുക്കാം. സോ നമുക്കറിയാലോ, ഇപ്പം OTT പ്ലാറ്റ്ഫോംസിൻ്റെ കൺസംഷൻ എന്ന് പറയുന്നതിൽ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ എല്ലാ വീട്ടിലും ഇപ്പോൾ OTTയിലാണ് ആളുകൾ കോണ്ടന്റ് മൊത്തം കൺസ്യൂം ചെയ്യുന്നത്. ഇപ്പം ഈ TV ചാനൽസ് കാണും, എന്നാലും കമ്പാരിറ്റീവ്ലി കുറവാണ്. ബട്ട് ഇപ്പോൾ എൻ്റെ വീടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു രാത്രി ഒരു 7 മണി തൊട്ട് ഒരു 10 മണി വരെ എങ്ങനെ പോയാലും അവിടെ OTT പ്ലാറ്റ്ഫോംസിൻ്റെ ഒന്നും സ്ഥാനമൊന്നുമില്ല. അവിടെ TV ചാനൽസിൻ്റെ സ്ഥാനമുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഏതെങ്കിലും സോണി ലിവിലോ ആമസോൺ പ്രൈമിലോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ സിനിമ കാണും. സോ നമ്മുടെ എക്സ്ട്രീം ഫൈബറിനെ നമ്മളിതിവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എക്സ്ട്രീം ഫൈബറിൻ്റെ ബോക്സ്, സെറ്റപ്പ് ബോക്സ് കണ്ടോ. പുറകിലായിട്ട് നമുക്ക് കുറേ പോർട്ടുകൾ വന്നിട്ടുണ്ട്, ലാൻഡ് പോർട്ടുകൾ വന്നിട്ടുണ്ട്, പവർ പോർട്ട് വന്നിട്ടുണ്ട്, 2 USBയും ഒരു റീസെറ്റ് ബട്ടണൊക്കെ ഉണ്ട്. അത് നമ്മൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല. ഇവിടെ ജസ്റ്റ് ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഹേ അമൽ ഗോപാൽ, ഓ വെരി ഫ്യൂ തിങ്സ് ഇൻ ലൈഫ് ആർ അൺലിമിറ്റഡ്, മോംസ് ലവ് ഫോർ യു. അയ്യോടാ, അതിനെ കൊള്ളാം കേട്ടോ. അത് നല്ലൊരു ലൈൻ. വെരി ഫ്യൂ തിങ്സ് ഇൻ ലൈഫ് ആർ അൺലിമിറ്റഡ്, മോംസ് ലവ് ഫോർ യു, യുവർ ലവ് ഫോർ ഫുഡ്, യുവർ ലവ് ഫോർ എൻ്റർടൈൻമെൻറ്റ്. If you are someone who does not stop at just one episode and it's always up to date and what's happening in the entertainment world, Airtel Extreme Fiber is for you. Discover the latest movies, shows, anime with us and get ready to log on to entertainment that's awesome. Love Airtel. ഓക്കെ, ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കസ്റ്റമൈസ്ഡ് കാർഡൊക്കെ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ആനിമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഐ റീസെൻ്റ്ലി സ്റ്റാർട്ടഡ് ആനിമെ. സോ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഹീറോ അക്കാഡമിയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ഡീമൺ സ്ലെയർ കാണണം. അപ്പോൾ ഹീറോ അക്കാഡമി കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് കിട്ടുന്നുണ്ട്. അയ്യോടാ, ദിസ് ഇസ് നൈസ്. ഓ നൈസ്. BFF. പിന്നെ എന്താണ്, ജസ്റ്റ് 1 more episode. ട്രൂ. ചില സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു എപ്പിസോഡിലൊന്നും നിർത്തൂല. എപ്പിസോഡ് വെയിറ്റ് ചെയ്തിരിക്കുന്നതിന് എനിക്ക് വലിയ ഇഷ്ടമുള്ള പരിപാടിയൊന്നുമല്ല കേട്ടോ. വാച്ച് പാർട്ടി, ചിൽ വൈബ്സ്, ഗേറ്റ് വേ ടു അൺലിമിറ്റഡ് എൻ്റർടൈൻമെൻറ്റ്, ചിൽ വൈബ്സ്, പോപ്പ് ഇൻ ഫ്ലിക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ സ്റ്റിക്കേഴ്സ് ഇട്ടിട്ടുണ്ട്. ദിസ് ഈസ് നൈസ്. ഇത് നമുക്കിനി ഭാവിയിൽ എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ എക്സ്ട്രീം ഫൈബറിൻ്റെ പവർ കോഡാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളായിരുന്നു നമ്മുടെ എയർടെലിൻ്റെ എക്സ്ട്രീം ഫൈബർ അൺലിമിറ്റഡ് ബോക്സിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. നമുക്ക് പതുക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാവേ. ദിസ് ഇസ് വെരി നൈസ്. ഗുഡ്.
കമ്മിങ് ടു അവർ എയർടെൽ എക്സ്ട്രീം ഫൈബർ സെറ്റപ്പ് ബോക്സ്. അപ്പോൾ ഈ ഒരു സാധനം നമ്മുടെ ഈ സ്റ്റുഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏത് റൂമിൽ നോക്കിക്കഴിഞ്ഞാൽ ടി വി ആണ്. നമ്മളിവിടെ എയർടെലിൻ്റെ ഇൻ്റർനെറ്റാണ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല നമ്മൾ ക്ലൗഡ് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടായാലും എല്ലാത്തിനും ഈ ഒരു ഡിവൈസാണ് യൂസ് ചെയ്യുന്നത്. അതെല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് യൂസ് ആവുന്നുമുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഷോസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് നാർക്കോസ് ആണ് ആൻഡ് ഐ എം ലവിങ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് സ്ട്രേഞ്ചർ തിങ്സ് ആണ്. ഞാൻ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് 2-3 തവണയൊക്കെ കണ്ടു തീർത്തിട്ടുള്ള സീരീസ്. ആൻഡ് നിങ്ങളുടെ ഏതാണെന്നുള്ളതൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണേ. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി വായിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നിങ്ങളുടെയൊക്കെ കമൻറ്റ് വായിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ നിങ്ങളുടെ കമൻറ്റ് ഒന്നും വായിക്കുന്നില്ല എന്ന്. എല്ലാവരുടെയും കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ആ ലൈക്ക് കൊടുക്കാനല്ലേ പറ്റുള്ളൂ, എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റില്ല. അതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ പ്രൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഗിൽറ്റി മൈൻഡും ഫർസിയും എനിക്ക് താല്പര്യമുള്ളതാണ്. അപ്പം ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആമസോൺ പ്രൈമിൽ നിങ്ങളുടെ ഫേവറേറ്റ്സ് ഏതൊക്കെയാണ്? നെറ്റ്ഫ്ലിക്സിൽ നിങ്ങളുടെ ഫേവറേറ്റ്സ് ഏതൊക്കെയാണ്? സോണി ലിവിലെ ഫേവറേറ്റ്സ് ഏതൊക്കെയാണ്? ഹോട്ട്സ്റ്റാറിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതൊക്കെയാണ്? എൻ്റെ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോഴത്തെ കറണ്ട് ഫേവറേറ്റ് ബിഗ് ബോസ് ആണ്. ബിഗ് ബോസ് മാത്രമല്ല, അതിൻ്റെ അകത്ത് ഗുഡ് ഡോക്ടർ കാണും. പക്ഷേ എനിക്കിപ്പോൾ എല്ലാം കൂടി സമയമില്ലാത്തതുകൊണ്ട് ഇപ്പം ബിഗ് ബോസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. എയർടെൽ എക്സ്ട്രീം ഫൈബർ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്ത് വരികയാണ്. ആക്ച്വലി എൻ്റെ ലൊക്കേഷനിൽ അത് ആക്റ്റീവായ സമയത്ത് തന്നെ ഞാൻ ബുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എയർടെൽ അയച്ചു തന്നതാണ് കേട്ടോ. ഇപ്പം എൻ്റെ പ്രയോറിറ്റി നോക്കുന്ന സമയത്ത് നെറ്റ്ഫ്ലിക്സ് ആണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടുത്തെ ടീംമേറ്റ്സ് ആയാലും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയാലും അവർ നെറ്റ്ഫ്ലിക്സ് ആയിരിക്കില്ല കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, വേറെ OTT പ്ലാറ്റ്ഫോംസ് ആയിരിക്കും. അത് എനിക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 699 രൂപയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. 699 രൂപയ്ക്ക് 20-ലധികം OTT സബ്സ്ക്രിപ്ഷനും നമുക്ക് കിട്ടും. അതുപോലെ തന്നെ 350-ലധികം TV ചാനൽസും കിട്ടും. പിന്നെ നമ്മുടെ സ്റ്റുഡിയോയ്ക്ക് അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന സ്ഥലത്തായതുകൊണ്ട് ഇപ്പം ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇത്ര റെക്കോർഡ് ചെയ്തില്ലേ, ഇതിൻ്റെ ഒരു സൈസ് നോക്കിക്കഴിഞ്ഞാൽ 4K എല്ലാം കൂടി ഒരു എങ്ങനെ വരും, ഒരു 10-30 GB 40 GB കാണും. ചില എഡിറ്റേഴ്സ് ഓൺലൈനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. എയർടെൽ എക്സ്ട്രീം ഫൈബർ ഞാൻ ചൂസ് ചെയ്തതിൻ്റെ റീസൺ ഒന്നാമത്തെ ടോപ്പ് സ്പീഡ്. നമ്മൾ 1 GB പ്ലാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സ്മൂത്തായിട്ട് അപ്ലോഡ് ചെയ്യാനും പറ്റും, പെട്ടെന്ന് പടപടാന്ന് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ദെൻ ഇതിന് ഇൻസ്റ്റാളേഷൻ ഭയങ്കര ഈസിയാണ്. ഈ ഒരു സാധനത്തിൻ്റെ അകത്ത് തന്നെ നമ്മുടെ സെറ്റപ്പ് ബോക്സും നമ്മുടെ ബ്രോഡ്ബാൻഡും എല്ലാ സാധനങ്ങളും ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. സിമ്പിൾ ടു യൂസ്, ഈസി ടു ഇൻസ്റ്റാൾ. നമുക്ക് വലിയ പണിയും പരിപാടികളൊന്നുമില്ല. എനിക്ക് 4 ഫോൺ നമ്പർ ഉണ്ട് കേട്ടോ. 4 ഫോൺ നമ്പർ എയർടെലാണ്. എല്ലാം എയർടെലാണ്. അതിനകത്ത് ഒരെണ്ണം വേറൊരു കമ്പനിയുടെ ആയിരുന്നു, അതിനെ ഞാൻ പോർട്ട് ചെയ്ത് എയർടെലിലേക്ക് ആക്കി. അതുകൊണ്ട് തന്നെ എൻ്റെ ഫോൺ ബില്ലുകളും എൻ്റെ ഇൻ്റർനെറ്റ് ബില്ലുകളും എല്ലാം എനിക്ക് ഒരൊറ്റ ബില്ലായിട്ടായിരിക്കും വരിക, എയർടെൽ ബ്ലാക്ക് വഴി. എയർടെൽ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു സർവീസ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഫോൺ ബില്ല്, നമ്മുടെ DTHൻ്റെ ബില്ല്, അതുപോലെ തന്നെ നമ്മുടെ ഫൈബറിൻ്റെ ബില്ല് എല്ലാം കൂടി ഒരൊറ്റ ബില്ലായിട്ട് വരും. അത് ഒരെണ്ണം പേ ചെയ്താൽ മതി. ഇതെല്ലാം നിങ്ങൾക്ക് ഓരോ മാസം റിന്യൂ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതെനിക്ക് ഭയങ്കര ഹാൻഡി ആയിട്ട് ഫീൽ ചെയ്തു. കാര്യം നമ്മൾ ഓരോന്നായിട്ട് ചിലപ്പോൾ ചെയ്യാനായിട്ട് മറന്നു പോകും. ഇതൊരൊറ്റ ബില്ലേ വരുള്ളൂ. ഒരൊറ്റ ബില്ല് പേ ചെയ്താൽ മതി. സൂപ്പർ ഗുഡ്, ഹസിൽ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ വീട്ടിനകത്ത് ഇൻ്റർനെറ്റ്, അതുപോലെ തന്നെ ഒരു സെറ്റപ്പ് ബോക്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ OTT പ്ലാറ്റ്ഫോംസ് ഇങ്ങനെ നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റിൽ അങ്ങ് മുഴുകിയിരിക്കണമെന്നുണ്ടെങ്കിൽ, അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ പ്ലാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയ ഒരെണ്ണം വാങ്ങാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ എയർടെൽ എക്സ്ട്രീം ഫൈബർ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ചോയ്സ്. സോ അവിടെ ഞാനൊരു കാര്യം പറയാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിലും ഒന്ന് കേൾക്കുക. ഞാൻ എയർടെൽ എക്സ്ട്രീം ഫൈബറിൻ്റെ ഒരു യൂസർ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്. നിങ്ങൾക്ക് കണ്ണും പൂട്ടി നിങ്ങളുടെ ലൊക്കേഷനിൽ ഇത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എടുക്കാം, ഒരു പ്രശ്നമില്ല. കണക്ഷൻസ് ഒന്നും ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകത്തോ അല്ലെങ്കിൽ ഇല്ലാണ്ടായി പോകത്തോ ഇല്ല. 1 GB പറയുന്നുണ്ടെങ്കിൽ 1 GB കറക്റ്റായിട്ട് തന്നിരിക്കും. അതുപോലെ തന്നെ ഒരൊറ്റ ഡിവൈസിൻ്റെ അകത്തുനിന്ന് ഇൻ്റർനെറ്റും എൻ്റർടൈൻമെൻറ്റും ചാനൽസും TVയും എല്ലാം നടക്കും. അപ്പോൾ ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്. അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ ഉണ്ടോ എന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ യൂസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.